ശ്യാമാസ് വേൾഡിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും 1000 പൊന്നോണ ആശംസകൾ. അപ്പം നമുക്കിന്ന് ഓണം സ്പെഷ്യലായിട്ട് കായ വറുത്തതുണ്ടാക്കി നോക്കിയാലോ. ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കായ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കണം. തൊലി കളയുന്നത് കണ്ടില്ലേ, കത്തി കൊണ്ട് മെല്ലെ ഒന്ന് തോല് മാത്രം കീറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പഴം മാത്രം ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇടുന്നത് എന്തിനാ വെച്ചാൽ ഇതിന് നല്ല കറ ഉണ്ടാവുള്ളൂ. ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്കത് ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ കഴുകി വെച്ച ബനാന നമുക്ക് ചിപ്സിൻ്റെ ഷേപ്പിൽ റൗണ്ടിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം. അതല്ലെങ്കിൽ 4 കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചിപ്സ് ആക്കാം. ഇപ്പോൾ ഇവിടെ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് ഇങ്ങനെ 4 കീറിയിട്ടുള്ള ചെറിയ ഉപ്പേരി സൈസിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കി നോക്കാം. കണ്ടില്ലേ, ആദ്യം അതിനെ ഒന്ന് പകുതിയാക്കുക. ഒരു ബനാന എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ ഒരു പകുതിയും കൂടി ആക്കുക. എന്നിട്ട് പിന്നെ ഏകദേശം നല്ല കട്ടിയിലും അല്ല, എന്നാൽ തീരെ കട്ടി കുറഞ്ഞിട്ടല്ല, ഒരു ചെറിയൊരു ഇപ്പോൾ ഇതാ ഞാൻ അരിയണ പോലത്തെ ആ ഒരു സൈസിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് കായ ഇനി വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ കായ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ ഒരു പകുതി വേവായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ചിങ്ങനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുള്ള കുറച്ച് വെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുക്കണം. അതായത് ഏകദേശം ഒരു ഉപ്പിൻ്റെ പാകം കിട്ടുന്ന വരെ നമ്മൾ കുറച്ചിങ്ങനെ തളിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒന്നും കൂടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് കോരാം. കാരണം നല്ല ബ്രൗൺ കളർ ആവണ്ട. അപ്പോൾ നല്ല മൂത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല. ഇനി ഈ മഞ്ഞൾപ്പൊടി വെള്ളം ആക്കുന്നത് എന്താ വെച്ചാൽ ഒരു നല്ല യെല്ലോ കളർ കിട്ടാനും കൂടിയാണ്. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയണ ഒരു റെസിപ്പിയാണ്, സിമ്പിളാണ്. അപ്പോൾ ഈ സമയത്ത് പുറത്തുനിന്നൊന്നും അധികം ബേക്കറി വാങ്ങാതെ എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക ഓണത്തിനൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.